വെസ്റ്റ്ലിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പരാതിക്കാർക്ക് അനുകൂല വിധി വന്നാൽ ഭൂമി EFL ആക്കി പ്രഖ്യാപിച്ച് വനം വകുപ്പിന്റെ പ്രതികാരം. വർഷങ്ങളായി ഭൂമിയിൽ കൃഷി ചെയ്യുന്ന സാധാരണക്കാർക്ക് ഭൂമി തിരിച്ചു നൽകാതിരിക്കാനാണ് വനം വകുപ്പിന്റെ കള്ളക്കളി. ഇത്തരം സ്ഥലങ്ങളിൽ വൻകിടക്കാർക്ക് ക്വാറി നടത്താൻ ഉൾപ്പെടെ അനുമതിയുണ്ട് എന്നതാണ് മറ്റൊരു കൗതുകം. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എങ്ങനെയാണ് വനം വകുപ്പ് പലതരത്തിലുള്ള കള്ളക്കളികളിലൂടെ അവകാശപ്പെട്ട ആളുകളെ ആ ഭൂമിയിൽ നിന്ന് പുറത്താക്കുകയും എന്നാൽ അനധികൃതമായി ക്വാറികൾക്കടക്കം ഭൂമി നൽകാനുള്ള ഒത്താശ ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതിന്റെ തെളിവുകൾ കൂടിയാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് സാജിദ്? ജിൽസി, കേരള ഫോറസ്റ്റ് ഈ പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം നിരവധി പേരാണത്. നമ്മൾ ഇന്നലെ മിച്ചഭൂമിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ വാർത്തകൾ നൽകിയിരുന്നു. ഇത് കൂടാതെ ഈ സ്വകാര്യ വ്യക്തികളും വനം വകുപ്പും തമ്മിൽ ഇത്തരം തർക്കങ്ങൾ ഉണ്ട്. ഈ തർക്കത്തിന് ഏക പരിഹാരം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ട്രൈബ്യൂണലിൽ കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഫോറസ്റ്റ് ട്രൈബ്യൂണൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞ് ആ കേസ് വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വനം വകുപ്പ് അപ്പീൽ പോകും, ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞാൽ ഈ വ്യക്തികൾ അപ്പീൽ പോകും. ഇതിൽ വനം വകുപ്പ് പരാജയപ്പെടുത്തുന്ന കേസുകളിൽ ഈ ഭൂമി വിട്ട് നൽകാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അഥവാ വിട്ട് നൽകുകയാണെങ്കിൽ തന്നെ അത് ഈ കോടതിയെ സമീപിക്കുകയും മറ്റും വേണം. ഇപ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ ഈ വനം വകുപ്പ് പരാജയപ്പെടുത്തുന്ന കേസുകളിൽ ആ ഭൂമി EFL ആക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ഈ സ്റ്റോറിയിൽ കാണിക്കുന്ന പടേറ്റി സ്വദേശി ആയ വ്യക്തി, അദ്ദേഹത്തിന് 1980-ലാണ് ഈ ഭൂമി റീസ്റ്റോർ ചെയ്ത് നൽകണമെന്ന ഉത്തരവ് നൽകുന്നത്. അതായത് വനം വകുപ്പ് പിടിച്ചെടുത്ത ഭൂമി വിട്ടു നൽകണമെന്ന ഉത്തരവ് വരുന്നത്. പക്ഷേ ഈ ഉത്തരവിന് വനം വകുപ്പ് അപ്പീൽ പോകുന്നില്ല എന്ന് മാത്രമല്ല ഈ ഭൂമി വിട്ടു നൽകുന്നുമില്ല. അങ്ങനെ 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഹൈക്കോടതി ഇദ്ദേഹം സമീപിക്കുന്നത്. അതോടുകൂടി ഈ ഭൂമി EFL ആയി പ്രഖ്യാപിക്കുകയാണ്. അത് ഇദ്ദേഹത്തിന് മാത്രമല്ല, ഈ സമീപത്ത് നിരവധി ആളുകൾക്ക് സമാന അനുഭവമാണ്. എന്നാൽ ഇതിന് തൊട്ടടുത്ത് തന്നെ വിശാലമായ ഒരു കോറി പ്രവർത്തിക്കുന്നു. ഈ കോറിയും സമാനമായ രീതിയിൽ കേസ് നടത്തുകയും അവർക്ക് വിട്ട് നൽകി അതിൽ കോറി നടത്താൻ അനുമതി നൽകുന്നു. പക്ഷേ മറ്റ് ആളുകൾക്ക്, സാധാരണക്കാരായ കർഷകരെ ഇത് EFL ആയി പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ഈ പടേറ്റിയിലെ മാത്രം അനുഭവമല്ല. ഈ ലില്ലിക്കുട്ടി, മേരിക്കുട്ടി എന്നീ സഹോദരങ്ങൾ കേരളശ്ശേരിയിൽ സമാനമായ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതായത് വനം വകുപ്പ് ഈ ഭൂമി വിട്ടു നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടും ഇത് പരിസ്ഥിതി ദുർബല പ്രദേശമെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നു. അങ്ങനെ ഈ വനത്തോടുള്ള അത്ര വലിയ ഈ സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് കോറി ഉൾപ്പെടെയുള്ള വൻകിടക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന ചോദ്യവും വളരെ പ്രസക്തമായി ഉയരുന്നതാണ്. ദിവ്യ, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.